ഒരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു. കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അതിനെ കൊന്നുകളയുവാൻ തക്കവണ്ണം ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ദാവീദ് കാട്ടിലായിരിക്കുമ്പോഴാണ് യിശ്ശായിയുടെ പുത്രന്മാരിൽ നിന്ന് ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നു എന്ന് ശമൂവേലിന് ദൈവം വെളിപ്പാട് കൊടുത്തത്, അല്ലെങ്കിൽ ശമൂവേലിനോട് ദൈവം സംസാരിച്ചത്. ഹല്ലേലൂയ. ശമൂവേലിനോട് ദൈവം സംസാരിക്കുമ്പോൾ താൻ യിശ്ശായിയുടെ ഭവനത്തിൽ വരുന്നു. 7 പുത്രന്മാരെ നോക്കുമ്പോൾ അവരെല്ലാം പൊക്കമുണ്ട്, യോദ്ധാക്കളാണ്. പക്ഷേ 7 പേരിലും ഒരു രാജാവിനെ ദൈവം കണ്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ വിചാരിക്കും ഇന്ന ആളിനെ തിരഞ്ഞെടുക്കും, ഇന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കും, ഇന്ന വ്യക്തി നമ്മുടെ മനസ്സിനിണങ്ങുന്ന എന്ന് വിചാരിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. മുഖം നോക്കിയില്ല, പൊക്കം നോക്കിയില്ല, ആകൃതി നോക്കിയില്ല, നിറം നോക്കിയില്ല. ഹല്ലേലൂയ. നിറമോ ആകൃതിയോ അല്ലെങ്കിൽ ഭാഷയോ ഒന്നുമേ നോക്കാതെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. ദാവീദ് രാജാവിനെയും എന്റെ കർത്താവ് തിരഞ്ഞെടുത്തത് അങ്ങനെയാണ്. മുഖം നോക്കുവാൻ പാടില്ല, അവന്റെ ഹൃദയത്തെയാണ് ദൈവം ആരാഞ്ഞറിഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദാവീദിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മയും കൂടി അതിനിടയ്ക്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ പൊക്കം നോക്കിയിരുന്നെങ്കിൽ, നമ്മുടെ നിറം നോക്കിയിരുന്നുവെങ്കിൽ, നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയിരുന്നെങ്കിൽ, നമ്മുടെ സാമ്പത്തിക മഹിമ നോക്കിയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു ഇരുന്നുവെങ്കിൽ നമ്മൾ ആരും ഈ കർത്താവിനെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ ഈ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യരല്ലായിരുന്നു. ഹല്ലേലൂയ.